ചിറ്റാർ കാരികയം 10 ഏക്കറിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ ഡിവൈഎഫ്ഐയുടെ കുടിവെള്ള വിതരണമാണ്. ഈ നാട്ടിൽ വലിയ തരത്തിൽ തന്നെ കുടിവെള്ള പ്രശ്നം അവർ നേരിടുകയാണ്. നമുക്കതിലെ കാര്യങ്ങൾ ആളുകളോട് തന്നെ ചോദിച്ചറിയാൻ പറ്റും. എങ്ങനെയാണ് കുടിവെള്ള പ്രശ്നം ഇവിടെ നടക്കുന്നത്? എൻ്റെ പൊന്നു മക്കളെ, ഇവിടെ 4 മാസമായിട്ട് വെള്ളമില്ല, തുള്ളി വെള്ളമില്ല. പിന്നെ ഈ 4 മാസത്തിനോടകം ഈ പിള്ളേർ കഴിഞ്ഞ മെനിഞ്ഞാന്ന് ഇതുപോലെ വണ്ടിയെ കൊണ്ടുവന്ന് ഇച്ചിരി വെള്ളം തന്നതല്ലാതെ ഞങ്ങൾക്ക് വെള്ളമില്ല, മഴയില്ല. പറയാവുന്നിടത്തെല്ലാം പരാതി പറഞ്ഞു, പക്ഷെങ്കിൽ ഒരു രക്ഷയുമില്ല. വെള്ളത്തിന് വളരെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾ അനുഭവിക്കുന്നത്. ഇവരിപ്പോൾ ചെയ്യുന്ന ഈ വെള്ളം തരുന്ന ആശ്വാസമാണോ? പിന്നെ വളരെ ആശ്വാസമല്ലേ, ഇപ്പം ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായി ഇപ്പം ഈ വെള്ളം കിട്ടിയത് തന്നെ. നമുക്ക് കൂടുതൽ ആളോട് ചോദിക്കാനാണ്. എങ്ങനെ ചേച്ചി വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇവിടെ? വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. 3-4 മാസമായി വെള്ളം കെട്ടിയിട്ട് മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര, ഞങ്ങളിവിടെ പൈസ കൊടുത്ത് മേടിക്കുക. പിന്നെ ഇപ്പോൾ ഇവർ 2 വട്ടം കൊണ്ടുവന്നതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ആശ്വാസമായി. ഈ കുടിവെള്ള വിതരണം ഒരു നല്ലൊരു പ്രവൃത്തിയായിട്ടാണ് കാണുന്നത്. നല്ലൊരു പ്രവൃത്തിയായിട്ടാണ്. ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ മേഖലാ പ്രസിഡന്റ് തന്നെയാണ് ഈ കുടിവെള്ളത്തിന്റെ വണ്ടി ഓടിച്ചു എത്തുന്നത്. നമുക്ക് പ്രസിഡന്റ് തന്നെ ചോദിക്കാം. പേരെന്തോ? സഖാവിന്റെ രാജേഷ്. ക്യാമറ കൂടി രാജേഷ്, നിങ്ങൾ എവിടെ നിന്നാണ് ഇപ്പോൾ ഈ വെള്ളം എടുത്തുകൊണ്ട് വരുന്നത്? എങ്ങനെയാണ്? ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ ചുറ്റാനും ഒരു പഞ്ചായത്ത് കൊണ്ടുണ്ട്, അവിടെ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് വരുന്നത്. ഈ സൗജന്യമായിട്ടാണോ വിതരണം? വെള്ളം സൗജന്യം പൂർണ്ണമായിട്ട് വിതരണം. എന്താ ഡിവൈഎഫ്ഐ ഇത് തുടർച്ചയായ ദിവസങ്ങളിൽ ചെയ്യാനാണ് തീരുമാനം? ഞാൻ തുടർച്ചയായിട്ട് ചെയ്യാൻ തന്നെയാണ് തീരുമാനം. ഇപ്പം ഒരു പ്രാവശ്യം ഇവിടെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെയും പിന്നെ മീൻകുഴി മറ്റൊരു വാർഡിലും കൊണ്ട് കൊടുത്തിട്ടുണ്ട്. 2 പ്രദേശങ്ങളിൽ ഇപ്പോൾ വിതരണം ചെയ്തു. അവിടെ നിന്ന് തന്നെ മറ്റാളുകൾ ഇപ്പോൾ വിളിക്കുന്നുണ്ട്. വെള്ളത്തിന് കൂടുതൽ പ്രശ്നമായതിന് കാരണം വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തുടർന്നും ഇത് ചെയ്യാൻ തന്നെയാണ് നമ്മുടെ തീരുമാനം. നമ്മുടെ വണ്ടിയാണോ ഇത്? നമ്മുടെ വണ്ടിയാണ്. മറ്റ് എൻ്റെ ചിലവുകളൊക്കെ ബ്ലോക്ക് കമ്മിറ്റി, മേഖലാ കമ്മിറ്റിയുള്ള മറ്റ് ആളുകൾ സഹായിച്ചിട്ട് സ്വന്തം വണ്ടി എടുത്ത് തന്നെ ഇറങ്ങിയേക്കോ അല്ലേ? അതൊരു മാതൃകാപരമായ കാര്യം തന്നെ. ഡിവൈഎഫ്ഐയുടെ മേഖലാ പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്ന് വാഹനം സ്വന്തമായി എടുത്ത് തന്നെ അദ്ദേഹം ഇറങ്ങിയിരിക്കുകയാണെന്നുള്ളത് ഇതിൻ്റെ ഇവിടുത്തെ ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് ഭാരവാഹിയോടെ ചേരുന്നുണ്ട്. കഴിഞ്ഞ വർഷം വരെ വെള്ളം നല്ലതായിട്ട് വന്നുകൊണ്ടിരുന്നതാണ്. അന്ന് പഞ്ചായത്തിൻ്റെ വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പം പഞ്ചായത്ത് വെള്ളം വരുന്നില്ല, ഒന്നുമില്ല. കണക്ഷൻ ഉണ്ട്, അതിലും വെള്ളം വരുന്നില്ല. ഇപ്പോൾ 4 മാസമായിട്ട് ഇവിടെ എല്ലാവർക്കും വെള്ളമില്ല. ആ നിൽക്കുന്ന ചേച്ചിക്കാണെങ്കിൽ വെള്ളമില്ലാതെ വാട്ടർ അതോറിറ്റി വന്ന് പറഞ്ഞു കട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. വെള്ളവും വരുന്നില്ല, കണക്ഷൻ കട്ട് ചെയ്യും. ഇന്നലെ കൊണ്ടൊക്കെ പൈസ അടച്ചു, വെള്ളം വരുന്നില്ല, കാശ് അടയ്ക്കുന്നുണ്ട്. റേഡി അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് നേരത്തെ വെള്ളം നൽകിക്കൊണ്ടിരുന്നു, ഇപ്പോൾ ഇല്ലല്ലേ? കഴിഞ്ഞ വർഷം വരെ നടത്തിക്കൊണ്ട് പഞ്ചായത്ത് വെള്ളം ഉണ്ടായിരുന്നു. ഈ വർഷം തൊട്ട് പഞ്ചായത്ത് വെള്ളമില്ല. ഇവിടെ ഒരു പഞ്ചായത്തിൻ്റെ ഒരു ടാങ്കുകൾ LDF ഭരണകാലത്ത് കൊണ്ട് വെച്ചതാണ്, കൊണ്ടിരിക്കുന്നത് കാണിച്ചു. അതിനകത്ത് പിന്നെ കഴിഞ്ഞ വർഷം അതിനകത്ത് വെള്ളം അടിച്ചെങ്കിലും വെള്ളം തരുമായിരുന്നു. ഇപ്പോൾ അതും ഇല്ല, എല്ലാം നശിച്ച് നിൽക്കുകയാണ്. ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണ്. കുഞ്ഞെന്താ പറയുന്നേ? വെള്ളം എങ്ങനെ മോനെ വന്നേ? പിന്നെ എങ്ങനെ വെള്ളം വന്നേ? എങ്ങനെ വെള്ളം വന്നേ? ആണോ? ആണോ? അടിപൊളിയാണോ വെള്ളം വന്നേ? പിക്കപ്പിലാണോ? ആരാ വെള്ളം കൊണ്ട്? നീ മാമന്മാരാണോ? ഇവിടെ വെള്ളം ഉണ്ടായിരുന്നോ? ഇല്ലല്ലേ? ചിറ്റാർ പഞ്ചായത്ത് അംഗം ആദർശ വർമ്മയോടെ ചേരുകയാണ്. മെമ്പർ പ്രതിപക്ഷ അംഗമാണ്. ഇപ്പോൾ ഭരണപക്ഷത്തിനെതിരെ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ രൂക്ഷമായ ആരോപണമാണ് ഉയരുന്നത്. കുടിവെള്ള പ്രശ്നത്തിൽ പരിഹാരം കാണുന്നില്ല എന്നാണ്. വേനൽക്കാലം ആയ സമയത്ത് തന്നെ ജനുവരിയിൽ തന്നെ ആദ്യം എനിക്കൊന്ന് കമ്മിറ്റിയിൽ ഏറ്റവും ആദ്യം പറഞ്ഞത്, അതായത് കളക്ടറിനോട് പറഞ്ഞിട്ട് നമുക്ക് വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ചെയ്യണം എന്നുള്ളത് ആദ്യമായിട്ട് പറഞ്ഞത് ജനുവരിയിൽ തന്നെ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ അതിനുശേഷം കളക്ടർ ഉത്തരവ് ഇടുന്നില്ല എന്ന് പറഞ്ഞാൽ അന്ന് പറഞ്ഞിരുന്നു കളക്ടർ ഉത്തരവ് ഇടാതെ നമുക്ക് കൊടുക്കാൻ സാധിക്കത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് ഞാൻ അഭ്യർത്ഥിച്ചിരുന്നു, അതായത് കളക്ടർ നമ്മുടെ പ്രദേശങ്ങളിൽ ജലക്ഷാമം കൂടുതലാണ്, അപ്പോൾ ഇതിനു മുന്നേ തന്നെ നമ്മളുടെ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു റെപ്രസെൻറ്റേഷൻ അവിടേക്ക് ചെല്ലുകയും നമ്മളുടെ ഒരു റിക്വസ്റ്റ് അവിടെ ചെന്നിട്ട് നമുക്കിവിടെ ജലക്ഷാമം കൂടുതലാണ്, അപ്പോൾ അതിന് മുമ്പ് തന്നെ നമുക്ക് ജലം വിതരണം ചെയ്യാനായിട്ടുള്ള ഒരു നടപടി ഉണ്ടാവണമെന്ന് അന്ന് തന്നെ ജനുവരിയിലെ അഭ്യർത്ഥിച്ചിരുന്നതാണ്. അപ്പോൾ അന്നേ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ മുമ്പിൽ തന്നെ നമുക്ക് നമ്മളുടെ പഞ്ചായത്തിൽ ജലം വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങൾ നടപടിയെടുക്കാമായിരുന്നു. ഇനിയും ഈ 7-ാം തീയതിയാണ് എനിക്കൊന്ന് ഈ മാസത്തെ 7-ാം തീയതി കമ്മിറ്റിയിൽ എന്തോ ആണ് നമുക്ക് ജലം വിതരണം ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡർ നടപടികളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടികൾ വൈകിപ്പിച്ചതുകൊണ്ടാണ് ഇപ്പോൾ കുടിവെള്ള പ്രശ്നം ഉണ്ടാകുന്നത്. അതെ, ഇപ്പോൾ 7-ാം തീയതി കഴിഞ്ഞിട്ട് കുറച്ചുകൂടി ഇപ്പോൾ ടെൻഡർ നാളെ ഇന്നാണെന്ന് തോന്നുന്നു ഓപ്പൺ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അപ്പം ഇതിനു മുമ്പേ ടെൻഡറിന് നടപടികളിലേക്ക് കടന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ മുമ്പേ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ബുദ്ധിമുട്ട് കുറയ്ക്കാമായിരുന്നു അല്ലേ? അതെ, തീർച്ചയായും. ഡിവൈഎഫ്ഐയുടെ കുടിവെള്ള വിതരണം തുടരുകയാണ്, കൂടുതൽ ആളുകളിലേക്ക് എത്തുകയാണ്. ശരിക്കും നിങ്ങൾ വലിയൊരു ബുദ്ധിമുട്ടിലാണ് കുടിവെള്ള പ്രശ്നം അല്ലേ? വലിയ ബുദ്ധിമുട്ടാണല്ലേ? ഇവരുടെ ഈ കുടിവെള്ള വിതരണം ആശ്വാസം പകരുന്നുണ്ടോ? ഉണ്ട്. നമ്മുടെ പേര് മിനി. CPM ചിറ്റാർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കൂടെ ചേർന്നുണ്ട്, TK സജി. അദ്ദേഹം മുൻ പഞ്ചായത്ത് അംഗം കൂടിയാണ്. ഈ പഞ്ചായത്തിൻ്റെ ഈ പ്രദേശത്ത് മാത്രം വിവിധ പ്രദേശത്ത് ഈ പഞ്ചായത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ കുടിവെള്ള പ്രശ്നം നേരിടുകയാണല്ലേ? അതെ, തീർച്ചയായിട്ടും ഈ വറവ് വളരെ രൂക്ഷമാണിപ്പോൾ. ചിറ്റാർ പഞ്ചായത്തിനെ സംബന്ധിച്ച് മനുഷ്യന് താങ്ങാനാകാത്ത രീതിയിൽ ചൂട് കൂടിക്കൊണ്ടിരിക്കുക. ഈ പഞ്ചായത്തിൻ്റെ ചില പ്രദേശങ്ങളിൽ കുടിവെള്ളം എന്ന് പറയുന്നത് കിട്ടാക്കനിയായി മാറിയിരിക്കുക. ഇപ്പോൾ ഇവിടെ തന്നെ പൈപ്പ് ലൈനുണ്ട്, പക്ഷെങ്കിൽ
പക്ഷെങ്കിൽ ആ പൈപ്പ് ലൈനിലേക്ക് വെള്ളം വിടാനെ കൊണ്ട് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കേണ്ടത് ആരാണ്? പഞ്ചായത്താണ്. എല്ലാ വർഷവും വറവുകാലമാകുന്നുണ്ടേ പൈപ്പ് ലൈൻ്റെ പമ്പിങ്ങും അതിൻ്റെ വിതരണവും എല്ലാമായി ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡൻറ്റും ഭരണസമിതി ഒരു യോഗം വിളിക്കും. യോഗം വിളിച്ചതിന് ശേഷം അവരോട് പറയും ഇന്ന ദിവസം ഇന്ന പ്രദേശത്തേക്ക്, ഇന്ന ദിവസം ഇന്ന പ്രദേശത്തേക്ക്, ഇന്ന ദിവസം ഇന്ന പ്രദേശത്തേക്ക് കൃത്യമായ രീതിയിൽ വെള്ളം തിരിച്ച് വിടണം. എങ്കിലേ എല്ലാ പ്രദേശത്തും ജനങ്ങൾക്ക് ജലം കിട്ടത്തുള്ളൂ. നാളിതുവരെ ഈ പഞ്ചായത്തിൽ നിന്ന് അങ്ങനെ ഒരു പ്രവർത്തനം നടന്നിട്ടില്ല. പഞ്ചായത്ത് പ്രസിഡൻറ്റ് അങ്ങനെ ഒരു യോഗം ഈ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടില്ല. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നിലവിൽ ചിറ്റാർ പഞ്ചായത്തിൽ പൈപ്പ് ലൈനുള്ള പ്രദേശങ്ങളിലെ കുടിവെള്ള വിതരണം ആകെ താറുമാറായിരിക്കുകയാണ്. നേരത്തെ ഒരാഴ്ചയിൽ ഒരു തവണയെങ്കിലുമൊക്കെ കിട്ടുമെങ്കിൽ ഇപ്പോൾ 2-3 ആഴ്ച കാത്തിരിക്കേണ്ട ഗതികേടിലേക്ക് ആളുകൾ വന്നിരിക്കുകയാണ്. അങ്ങനെ വരാനൊരു കാരണമുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റിനും ഭരണസമിതിക്കാർക്കും ഇഷ്ടമുള്ളിടത്തേക്ക് മാത്രം വെള്ളം കൊടുക്കാനൊക്കെ കൊണ്ട് ഈ വാട്ടർ അതോറിറ്റി ജോലി ചെയ്യുന്ന ആളുകളുമായി പ്രഷർ ചെയ്യുകയാണ്. അവരെ ഭീഷണിപ്പെടുത്തുകയാണ്. ഇന്നിടത്തോട്ട് വെള്ളം തിരിച്ചു കൊടുക്കുക, ഇന്നിടത്തോട്ട് വെള്ളം തിരിച്ചു കൊടുക്കുക എന്നുള്ള ആ പാവങ്ങളെ അവർ ബുദ്ധിമുട്ടിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് ഈ നാട്ടിലെ ജനങ്ങളാകെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. പഞ്ചായത്തിലെ കുടിവെള്ള വിതരണ പദ്ധതി പോലും താറുമാറാക്കിക്കൊണ്ട് ഈ പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോവുകയാണ്. ഇനി പൈപ്പ് ലൈൻ ഇല്ലാത്ത പ്രദേശമുണ്ട്. ഇപ്പം നീലുവിലാവ് പ്രദേശം ചിറ്റാർ പഞ്ചായത്തിലെ 11-ാം വാർഡാണ്. അതുപോലെ തന്നെ 7-ാം വാർഡ്, 8-ാം വാർഡ്, തേറകത്തുമണ്ണെന്ന് പറയുന്ന പ്രദേശം. അവിടെ നിന്ന് കഴിഞ്ഞാൽ ചിറ്റാർ പഞ്ചായത്ത് മൊത്തം കാണാം. ചിറ്റാർ പഞ്ചായത്തിൽ എവിടെയൊക്കെ മഴ പെയ്യുന്നുണ്ടെന്ന് നമുക്ക് അവിടെ നിന്ന് കാണാം. മഴമേഘങ്ങളെ നമുക്ക് എണ്ണാം. അത്രയ്ക്ക് ഉയരമുള്ളൊരു പ്രദേശമാണ്. അവിടെയൊക്കെ 1500, 2000, 3000 രൂപ കൊടുത്താണ് പാവങ്ങൾ ഈ വറവ് കാലത്ത് വെള്ളം അടിക്കുന്നത്. കട്ടച്ചിറ എന്ന് പറയുന്ന പ്രദേശം 4 വശവും വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശമാണ്. അവിടെ ടാങ്കർ ലോറിയിൽ വെള്ളം അടിക്കാനെ കൊണ്ട് ഞാൻ ഈ പറഞ്ഞ കുടിവെള്ള പദ്ധതി ഇല്ലാത്ത ഈ പറഞ്ഞ പ്രദേശങ്ങൾ, അവിടെ ടാങ്കർ ലോറിയിൽ വെള്ളം അടിക്കാനെ കൊണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശം ജില്ലാ കളക്ടർ യോഗം വിളിച്ചുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിനെ ഈ ഭരണസമിതി അറിയിച്ചിട്ട് പോലും ഈ ടാങ്കർ ലോറികളിൽ വെള്ളം എത്തിക്കാനോ കുടിവെള്ളം വിതരണം ചെയ്യാനോ ഇതുവരെ ഈ പഞ്ചായത്ത് ഭരണസമിതി തുനിഞ്ഞിട്ടില്ല. അവിടെയാണ് ആശ്വാസത്തിൻ്റെ കിരണമെന്നുള്ള നിലയിൽ ചിറ്റാറിലെ DYFIയുടെ പ്രവർത്തകർ, വയ്യാറ്റുപുഴയിലെ DYFIയുടെ പ്രവർത്തകർ, അവരുടെ പൈസ ഉണ്ടായിട്ടല്ല, അവിടുന്ന് ഇവിടുന്നുമൊക്കെ അവർ പൈസകൾ സ്വരൂപിച്ചുകൊണ്ട് വാഹനത്തിൽ വെള്ളം അടിച്ചു കൊടുക്കുകയാണ്. ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് പ്രസിഡന്റ് സോജിയോടെ ചേരുകയാണ്. സോജി, ഈ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് ഇപ്പോൾ ഒരു വീഴ്ച വന്നിരിക്കുകയാണ്. ഇപ്പം പഞ്ചായത്ത് ആരാണ് ഭരിക്കുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം? നിലവിൽ പഞ്ചായത്ത് ഭരിക്കുന്നത് UDFിൻ്റെ ഗവൺമെൻറ്റാണ്. UDFിൻ്റെ പഞ്ചായത്ത് ഭരണമാണ് ഇപ്പോൾ നിലവിലുള്ളത്. കഴിഞ്ഞ ഒരു 2024 വരെ നമ്മൾ കൃത്യമായിട്ട് ഇതേപോലെ വെള്ളം ഇല്ലാത്ത പ്രദേശങ്ങളിൽ കൃത്യമായിട്ട് വെള്ളം കൊടുത്തിരുന്നതാണ്. പക്ഷേ ഈ വർഷമായിട്ട് ഇതുവരെയായിട്ടും വെള്ളം കൊടുക്കാൻ വേണ്ടി തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് DYFI ഇത്തരത്തിലുള്ള വെള്ളം കൊടുക്കുന്ന സാഹചര്യത്തിലേക്ക് തിരിഞ്ഞത്. നമുക്കറിയാം, മീൻകുഴിയുടെ ഒരു പ്രദേശമാണ് കോതയാട്ടുപാറ എന്ന് പറയുന്നത്. അവിടെ തീർത്തും വെള്ളമില്ലാത്തൊരു സാഹചര്യമാണ്. നമ്മൾ ആദ്യം അവിടെയാണ് കൊടുത്തത്. അതിനുശേഷം കാരികയും തെക്കേക്കര, വയ്യാറ്റുപുഴ പോലെയുള്ള വിവിധ പ്രദേശങ്ങളിൽ നമ്മളിപ്പോൾ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നാളെ എക്സാമുള്ള കുട്ടികളാണ് ഇവരെല്ലാവരും. നാളെയും അടുത്ത ദിവസങ്ങളിലെല്ലാം എക്സാമുള്ള, പക്ഷേ അവരെല്ലാവരും ഈ ഒരു വെള്ളം കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളോടൊപ്പം തന്നെ വെള്ളം കൊടുക്കാനായിട്ട് വന്നിരിക്കുന്ന ആളുകളാണ്. നിലവിൽ പഞ്ചായത്തിൻ്റെ ഭരണം വളരെ മോശപ്പെട്ട നിലയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെ DYFIയുടെ നേതൃത്വത്തിൽ വളരെ ശക്തമായ പ്രതിഷേധം ഉണ്ടാക്കാനാണ് DYFI തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നാളെ നമ്മൾ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് തീരുമാനിച്ചിട്ടുണ്ട്. എന്നാലും പഞ്ചായത്ത് അധികൃതർ കാണുക, ഈ നാട്ടിലെ ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നം അവർ കാണുക, പരിഹാരം കണ്ടെത്തുക. മുൻ വർഷങ്ങളിലെ പോലെ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നും കുടിവെള്ള വിതരണം ഉണ്ടാകേണ്ടതാണ്. അതുപോലെ വാട്ടർ അതോറിറ്റിയും കൃത്യമായ ഇടപെടൽ, അതായത് കേരള വാട്ടർ അതോറിറ്റി നടത്തേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഈ പരീക്ഷാ കാലത്തും കുടിവെള്ളത്തിനായി ഇറങ്ങിയിരിക്കുന്ന DYFIയുടെ യൂത്ത് ബ്രിഗേഡ് അവരോട് ചോദിച്ചില്ലെങ്കിൽ ശരിയല്ല. എന്താ നിങ്ങൾ ഈ പരീക്ഷ സമയത്ത് ഇവരുടെ ബുദ്ധിമുട്ട് കണ്ടോണാണോ? അതെ, ഇവരുടെ ബുദ്ധിമുട്ടും പ്രയാസം കണ്ടാണ് ഞങ്ങളും പിന്നെ വന്നത്. എന്തായാലും അഭിമാനത്തോടെ യൂത്ത് ബ്രിഗേഡിയർമാരാണ് നമ്മുടെ ഒപ്പം. ഇവരെ ചേർത്ത് നിർത്തേണ്ട യൂത്ത് ബ്രിഗേഡർ ഒന്ന് കാണിച്ചേക്ക്. DYFIയുടെ യൂത്ത് ബ്രിഗേഡിയർ അംഗങ്ങളാണ് ഈ പരീക്ഷ സമയത്ത് പോലും ഈ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമായി എത്തിയിരിക്കുന്നത്. ചിറ്റാറിൽ നിന്ന് ക്യാമറമാൻ അഖിലേഷ് കുടുംബിനൊപ്പം സുജു ടി ബാബു, കൈരളി ന്യൂസ്.